ഞാനും നൗഫലിപ്പം പോകുന്ന വെച്ചുകൊണ്ട് നമ്മൾ സത്യേട്ടൻ്റെ വീട്ടിലാട്ടോ. സത്യേട്ടൻ ഉണ്ടാക്കിയ ഇൻ്റർലോക്ക് എന്ന് പിരിക്കുന്നതെന്ന് പറഞ്ഞതിനെ കൊണ്ട്, അതായത് നിലത്ത് ഇടുന്നതെന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ നൗഫലിനെ വിളിച്ചിട്ട് ഓന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകട്ടോ. അന്നേരം തന്നെ നൗഫലിന് ഒരു കോൾ വന്നതിനെ കൊണ്ടുപോകും ഭയങ്കര തിരക്ക്. എന്താ വെച്ചുകൊണ്ട് തിരക്കില്ലാത്ത ആൾക്കാർ വന്നല്ലോ ഇപ്പോൾ തിരക്ക് കൂടുതൽ എന്ന് പറഞ്ഞൊരവസ്ഥ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി നേരെ സത്യേട്ടൻ്റെ അടുത്തേക്ക് കയറി വെക്കുന്നേരം നല്ല സെറ്റാക്കി വെച്ച് കിട്ടോ. ആരാ നമ്മളെ പണിയെടുക്കുന്നത് വെച്ചുകൊണ്ട് ഷാജേട്ടൻ എടുക്കാത്ത ഒരു പണിയില്ല. ഷാജേട്ടനോട് ഒരു ഹിന്ദിക്കാരനുണ്ട്, ഓനും നന്നായിട്ട് പണിയെടുക്കും, ഷാജേട്ടനും നന്നായിട്ട് പണിയെടുക്കും. അന്നേരം തന്നെ സത്യേട്ടനോട് ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. അന്നേരം സത്യേട്ടൻ പറഞ്ഞു നീ എടുക്കണം, ഞാൻ ഇതേമാതിരി യൂട്യൂബ് കണ്ടിട്ടാണ് ഇങ്ങനെ സാധനം ഉണ്ടാക്കിയത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചുകൊണ്ട് ഒരു കട്ടക്ക് 50 ഉറുപ്പ്യ കേട്ടോ. പിന്നെ സത്യേട്ടൻ പറഞ്ഞു വെച്ചുകൊണ്ട് സത്യേട്ടന് വെറും ചിലവ് എന്ന് വെച്ചുകൊണ്ട് 20,000 ഉറുപ്പ്യാണ്. ഇതിനായിട്ട് കുത്തിരുന്ന ആളല്ല സത്യേട്ടൻ, കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ സമയം കിട്ടുന്ന സമയത്ത് എന്താണ് മൂപ്പർ ഉണ്ടാക്കിയതാണ് ഇത് മൊത്തം ഇവിടെ ഇട്ടത്. ഏകദേശം 20,000 ഉറുപ്പ്യക്ക് ഏകദേശം 2,000 സാധനമെങ്കിലും മൂപ്പർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിനപ്പോൾ 2,000-ന് എത്ര ഉറുപ്പ്യായി? 1,00,000 ഉറുപ്പ്യായി. പിന്നെ പണിക്കൂലി മാത്രം നോക്കിയാൽ മതി. ഈ എത്ര ഉറുപ്പ്യ ലാഭം കിട്ടിക്ക് സത്യേട്ടന്. വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെന്തായിക്കോ വീട്ടിലുള്ള ആർക്കെങ്കിലും ഇങ്ങനെ 2-3 അച്ച് വാങ്ങിക്കൊടുത്താൽ ഓലെന്താക്കി തരുന്നുണ്ടായി. നമ്മളെ ഫ്ലിപ്കാർട്ടിൽ എന്തുണ്ട് ഇതിൻ്റെ അച്ചുണ്ട്. അപ്പം അടുത്ത ഷാജേട്ടൻ പറഞ്ഞു ഷാജേട്ടൻ്റെ വീട്ടിലാണ് അടുത്ത് ഉണ്ടാക്കുന്നത്, ഇവിടുന്ന് ഇതൊക്കെ എടുത്തിട്ട് മൂപ്പറങ്ങ് പോയി കിട്ടോ. പിന്നെ ഞാൻ നോക്കുന്നുണ്ട് നോഫൽ ഫുള്ള് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. നോഫൽ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓക്ക് കുറച്ച് ഇത് വാങ്ങിക്കൊടുക്കണം, എന്നിട്ട് ഓളെ കൊണ്ട് ഉണ്ടായിപ്പിക്കണം, ചോറും കാര്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന്. അന്നേരം തന്നെ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ അങ്ങേക്കും കുറച്ചുകൂടി ഉണ്ടാക്കി തന്നേക്കുന്നത്. പിന്നെ ഹിന്ദിക്കാരൻ പണിക്കുണ്ട് മോനെ, ഓ മലയാളം പഠിച്ചിട്ട് നമ്മളെ ഷാജിയേട്ടൻ ഹിന്ദി പഠിച്ചിട്ടേയില്ല. അപ്പോൾ ഷാജിയേട്ടൻ ഉണ്ടാക്കിയൊരു സംഭവം കണ്ടില്ലേ, അത്ര അടിപൊളി ഒരു ഷാജിയേട്ടൻ ഉണ്ടാക്കി. ഈ ഷാജിയേട്ടന് എല്ലാ പണിയും ചെയ്യുന്ന ഒരാളാട്ടോ, നല്ല അടിപൊളി പണിക്കാരെന്ന് തന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാം. അങ്ങനെയെല്ലാം കൂടി നമ്മളെന്താക്കി ഒരു വീഡിയോ എടുത്തേക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എത്ര ഉറുപ്പ്യ നമുക്ക് ലാഭം കിട്ടിയെന്നൊക്കെ സത്യേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ സത്യേട്ടൻ പറഞ്ഞു വെച്ചുകൊണ്ട് എനിക്ക് ചിലവ് 20,000 ഉറുപ്പ്യ. ഒരു കട്ടക്ക് ഞാൻ ഷോപ്പ് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു വെച്ചുകൊണ്ട് 50 ഉറുപ്പ്യാണ് നിന്നത്. അപ്പോൾ എത്ര ഉറുപ്പ്യായി? ഇപ്പോൾ 2,000 ഉണ്ടാക്കി കിട്ടോ.